إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وفي رواية وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സമാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്നും മുസ്ലിമായി കൊണ്ടല്ലാതെ ആരും മരിക്കരുതെന്നും ആദ്യമായി സ്വന്തത്തെയും തുടർന്ന് നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ നന്മകൾ പ്രവർത്തിച്ചുകൊണ്ട് സ്വർഗം കരസ്ഥമാക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചരിത്രത്തിൽ നമുക്ക് ഒരുപാട് ഗുണപാഠങ്ങൾ നൽകിയിട്ടുണ്ട്. അതിലെ പ്രധാനപ്പെട്ട 2 സംഭവങ്ങൾ വിവരിക്കുകയാണ് ആദ്യം. ഒന്നാമത്തെ സംഭവം എന്നുള്ളത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇഹലോകത്തോട് വിട പറഞ്ഞ ദിവസം. അന്ന് നമ്മൾ വായിച്ച് മനസ്സിലാക്കിയതുപോലെ തന്നെ സഹാബത്തിന് ഒരിക്കലും താങ്ങാനാവുന്ന ഒരു ദുഃഖമായിരുന്നില്ല അത്. അവരുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചു എന്നവർ അറിഞ്ഞപ്പോ ആ സഹാബത്തിനുണ്ടായിരുന്ന പ്രതികരണങ്ങൾ ചരിത്രം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതിൽ നമ്മൾ കേട്ടതാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് കുറച്ച് വൈകിയാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കേട്ടത്. തുടർന്ന് അദ്ദേഹത്തിനുണ്ടായ മാറ്റങ്ങളും അദ്ദേഹം ആ സമയത്ത് വിളിച്ചു പറഞ്ഞ ചില വിളിച്ചുപറയലുകളും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നമുക്കറിയാവുന്നതുപോലെ തന്നെ സ്വഹാബത്ത് എന്ന് പറയുമ്പോൾ സ്വന്തം നഫ്സിനേക്കാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചവരാണ്, വിശ്വസിച്ചവരാണ് അവർ. എന്താണ് അദ്ദേഹം പറയുന്നത്? ഖാല ഉമർ റളിയല്ലാഹു അൻഹു
ഇന്ന റിജാലൻ മിനൽ മുനാഫിഖീന യസ്ഉമൂന അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുവഫി വഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മാത്. മുനാഫിഖീങ്ങളിൽപ്പെട്ട ചില ആളുകൾ പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടു പോയിരിക്കുന്നു എന്നവർ വാദിക്കുന്നു. എന്നാൽ റസൂലാകട്ടെ മരിക്കുകയില്ല. അദ്ദേഹം പറയാണ്, ആ ദുഃഖത്തിന്റെ ഭാരത്താൽ സ്വയം ബോധത്തിൽ നിന്ന് മാറിയിട്ടുണ്ട്. ആ സങ്കടം കാരണത്താൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന വാക്കുകളാണ്. അദ്ദേഹം പറയുന്നു, ലാകിൻ ദഹബ ഇലാ റബ്ബിഹി കമാ ദഹബ മൂസ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ റബ്ബിലേക്ക് 40 ദിവസം തന്റെ നാട്ടുകാരെ വിട്ടുപോയതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരു 40 ദിവസം തന്റെ ജനതയിൽ നിന്ന് മാറിക്കൊണ്ട് പോയതാണ്. 40 ദിവസം കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മടങ്ങി വരും, അല്ലാതെ റസൂൽ മരിച്ചിട്ടില്ല. അദ്ദേഹം ഇതും കൂടിയും ചേർത്ത് വായിക്കുന്നുണ്ട്. എന്താണ് അദ്ദേഹം പറയുന്നത്? വല്ലാഹി ലയർജിഅന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫലയുഖത്തിഅന്ന ഐദിയ റിജാലൻ വഅർജുലഹും യസഅമൂന അന്നഹു മാത്. റസൂൽ മരിച്ചു എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവന്റെ കൈകാലുകൾ ഞാൻ മുറിക്കുക തന്നെ ചെയ്യും. ഈ ഒരു അവസ്ഥയിലായിരുന്നു ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. കുറച്ചു കഴിഞ്ഞ് അബൂബക്കർ റളിയല്ലാഹു അൻഹു കടന്നു വന്നു, റസൂലിനെ കണ്ടു. പിന്നീട് പള്ളിയിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ പള്ളിയിലേക്ക് പ്രവേശിച്ചപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു ഈ അവസ്ഥയിലായിരിക്കുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹു കാണുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമറെ ഇരിക്ക്. ഉമർ റളിയല്ലാഹു അൻഹു കേട്ടില്ല. പിന്നീട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് ചില സംസാരങ്ങൾ നടത്തി. എന്തായിരുന്നു ആ സംസാരം? മൻ കാന മിൻകും യഅബുദു മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്ന മുഹമ്മദൻ ഖദ് മാത് വമൻ കാന മിൻകും യഅബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്. ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിച്ചിരുന്നതെങ്കിൽ മുഹമ്മദ് ഇതാ മരണപ്പെട്ടിരിക്കുന്നു. ആരെങ്കിലും അള്ളാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ അള്ളാഹു എന്നെന്നും ജീവിക്കുന്നവനും മരിക്കാത്തവനുമാണ്. എന്നിട്ട് അദ്ദേഹം ഒരായത്ത് ഓതി വെച്ചു, സൂറത്ത് ആല ഇമ്രാനിലെ. എന്താണ് അദ്ദേഹം ഓതി വെച്ച ആയത്ത്? വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ അഫഇൻ മാത ഔ ഖുതില ഖലബതും അലാ അഅഖാബികും എന്ന് പറയുന്ന ആയത്ത് അദ്ദേഹം ഓതി. അതിൽ പറയുന്നത് ഇപ്രകാരമാണ്, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ. മുഹമ്മദ് എന്നുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു റസൂൽ മാത്രമാകുന്നു. ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ. റസൂലിന് മുമ്പ് പല പ്രവാചകന്മാരും വന്നു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ റസൂൽ വരും, അവർക്ക് ജീവിതവുമുണ്ട് മരണവുമുണ്ട് എന്ന് സ്ഥാപിക്കുകയാണ്. ഇത് കേട്ട ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വല്ലാഹി വല്ലാഹി അല്ലാഹുവാണ്. ഇത് കേട്ടതിന് ശേഷമാണ് എനിക്ക് സമാധാനം വന്നത്. ഇത് കേട്ടതോടുകൂടി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കോപം അടങ്ങുകയും ഉണ്ടായിരുന്ന ദേഷ്യമെല്ലാം അണയുകയും ചെയ്തു എന്നാണ് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തിനാണ് ഇത് പറഞ്ഞു വെച്ചതെന്ന് വെച്ചാൽ, ഇത്രത്തോളം വികാരങ്ങൾക്കും വിചാരങ്ങൾക്കും അടിമപ്പെട്ട സന്ദർഭത്തിലും സഹാബത്തിൽ നിന്നുണ്ടായിരുന്ന ആ മാതൃക എന്താണെന്ന് അള്ളാഹു ഖുർആനിലൂടെ ഒരു ആയത്ത് പറഞ്ഞിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്നത് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞത് കേട്ടാൽ അതിനപ്പുറത്തേക്ക് അവർക്കൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് അവർ ചിന്തിക്കില്ലായിരുന്നു സഹാബത്ത്. വല്ലാത്തൊരു വികാരമായിരിക്കും ആ സമയത്ത്, വല്ലാത്ത വിചാരമായിരിക്കും. എന്നിട്ട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞു എന്ന് പറയുമ്പോൾ ആ വികാരങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞതനുസരിച്ചുകൊണ്ട് അവിടെ ഒതുങ്ങി നിന്നു. രണ്ടാമത്തെ സംഭവം എന്നുള്ളത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു. ഇനിയൊരു ഖലീഫ വേണം. മുസ്ലിമീങ്ങൾക്ക് ചർച്ച നടന്നു. അൻസാറുകളും മുഹാജിറുകളും ഒരുമിച്ച് കൂടി മീറ്റിങ്ങുകൾ നടത്തി. അങ്ങനെ മീറ്റിംഗ് ചൂടേറി. അങ്ങനെ അവസാനം എത്രത്തോളം എന്നാൽ ചില സഹാബത്ത് പറയുന്നു, ഞങ്ങൾ വിചാരിച്ചു പോയി ഇതൊരു തർക്കത്തിലേക്ക് എത്തുമെന്ന്. ആ ഒരു അവസരത്തിലാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഖുറൈശും ബുലാദു ഹാദൽ അംർ ഹാദാ ലി അംർ എന്ന് പറഞ്ഞാൽ ഭരണ ചുമതല എന്നുള്ളത് അത് ഖുറൈശികൾക്ക് നൽകണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നു. ആലോചിച്ച് നോക്കണം, അവരെന്താ പറയുന്നത്? റസൂല് പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ഖുറൈശികളിൽ നിന്നാകണം
ഈ ഭരണത്തിനൊരാൾ വരുന്നെങ്കിൽ ഇത് കേട്ടപാടെ എന്തൊക്കെ അവർക്ക് അഭിപ്രായം ഉണ്ടായിരുന്നെങ്കിലും ആ അഭിപ്രായങ്ങളെ എല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഐക്യകണ്ഠേന അവർ അബൂബക്കർ റളിയല്ലാഹുവിനെ ഖലീഫയായി സ്വീകരിച്ചു എന്നുള്ളതാ, ബൈഅത്ത് ചെയ്തു. എന്താണ് ഇതിൽ നിന്നുള്ള പാഠം നമുക്ക്? വിശ്വാസികളെ, ഏത് പ്രതിസന്ധിയിലായിക്കോട്ടെ, ഏത് അവസ്ഥയിലായിക്കോട്ടെ, ഏത് സാഹചര്യത്തിലായിക്കോട്ടെ, ഒരു മുസ്ലിമിനെ അവൻ അനുസരിക്കാനുള്ളത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാഠങ്ങളെയാണ്. ഇതാണ് ഈ ചരിത്രത്തിലൂടെ നമുക്ക് ലഭിക്കാനുള്ള ഗുണപാഠം എന്നുള്ളത്. എത്രത്തോളം അവർ വികാരത്തിന് അടിമപ്പെട്ടു പോയിട്ടുണ്ടാകും. എന്നാൽ പോലും അള്ളാഹു പറഞ്ഞിരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് അവരിൽ നിന്നൊരു പ്രവർത്തനം ഉണ്ടാകൂല. ഈ ഒരു പ്രത്യേകത നമ്മളിലും ഉണ്ടാകണം എന്നുള്ളതാണ് ചുരുക്കത്തിൽ പറഞ്ഞു വെച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നല്ലോ, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖളല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുൽ ഖിയറതു മിൻ അംരിഹിം. അല്ലാഹുവും അവന്റെ റസൂലും ഒരു കാര്യത്തിൽ തീരുമാനമെടുത്താൽ പിന്നെ അതിൽ ഒരു മുഅ്മിനോ, ഒരു സത്യവിശ്വാസിക്കോ, ഒരു സത്യവിശ്വാസിനിക്കോ അതിലൊരു സ്വതന്ത്ര അഭിപ്രായം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. എന്താണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചല്ലോ, അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദി വൽ ഇൻഖിയാദു ലഹു ബിത്താഅ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തൗഹീദ് അനുസരിച്ചുകൊണ്ട്, അത് ഉൾക്കൊള്ളുകൊണ്ട്, അത് വിശ്വസിക്കുക മാത്രമല്ല, അതിൽ ഇസ്ലാം തീർന്നില്ല, മറിച്ച് പറഞ്ഞു വെച്ചു വൽ ഇൻഖിയാദു ലഹു ബിത്താഅ. അല്ലാഹു എന്താണോ പറഞ്ഞത് അതനുസരിച്ചുകൊണ്ട് ജീവിച്ച് അള്ളാഹുവിന് വണങ്ങുക എന്നുള്ളതും ഇസ്ലാമിൽപ്പെട്ടതാ. എന്നാലേ അവന്റെ ഇസ്ലാം എന്ന് പറയുന്ന ആ മതം പൂർണ്ണമാവുകയുള്ളൂ. ഒരു മുസ്ലിം പറയാണ്, ഒരു മനുഷ്യൻ പറയാണ്, അള്ളാഹു ഏകനാണെന്നൊക്കെ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്, എന്നാൽ ഒരു മുസ്ലിം എന്തൊക്കെ അവൻ പ്രവർത്തിക്കണോ ആ പ്രവർത്തനമൊന്നും അവനിൽ നിന്ന് കാണുന്നില്ല എങ്കിൽ അവനെ കുറിച്ച് നമ്മൾ പറയും അവൻ ഇസ്ലാമിലല്ല, കാഫിറുകളുടെ കൂട്ടത്തിലാണെന്ന്. ഇവിടെ വ്യക്തമാണ് ഒരു കാര്യം, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിനെ, ഒരു മുഅ്മിനിനെ, ഒരു സത്യവിശ്വാസിനിക്ക് അള്ളാഹു കൽപ്പിച്ചത് പ്രവർത്തിക്കുവാനും അള്ളാഹു നിരോധിച്ചത് വെടിയുവാനും നിർബന്ധമായ കാര്യമാണ് എന്നുള്ള. ഇനി നമുക്ക് ഇന്നത്തെ സമുദായത്തിലേക്ക് വരാം. എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ചില ആളുകളിലെങ്കിലും കാണാറുണ്ട്, മുസ്ലിം എന്ന് പറയുകയും എന്നാൽ ഇസ്ലാമിനെ നിരക്കാത്ത പല കാര്യങ്ങളും അവരിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്ന ഒരവസ്ഥ. എന്തുകൊണ്ടാണ് അത്തരത്തിൽ ഉണ്ടാകുന്നത് എന്ന ചോദ്യത്തിന് പ്രധാനമായും ഒരു ഉത്തരവാണ് നമുക്ക് ലഭിക്കാനുള്ളത്. എന്താണ്? അവർ പ്രതാപം ഉദ്ദേശിക്കുന്നവരാണ്. സമുദായത്തിൽ അന്തസ്സോട് കൂടി ജീവിക്കണം എന്നവർ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് അവർ പറയുന്നതും എന്താണ്? ഇസ്ലാമിൽ ജീവിച്ചാൽ സമുദായത്തിൽ ഒരു അന്തസ്സോടുകൂടി, ഒരു ഇസ്സത്തോടു കൂടി ജീവിക്കുവാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് മറ്റുള്ളവരെ അനുകരിക്കുന്നതും മറ്റുള്ളവരുടെ കാര്യങ്ങൾ അതുപോലെ പിന്തുടരുന്നതും എന്ന്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ കുറിച്ച് പറയുന്നത്? മൻ കാന യുരീദുൽ ഇസ്സ ഫലില്ലാഹിൽ ഇസ്സതു ജമീഅ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വളരെ ഗൗരവത്തോടു കൂടി നാം എടുക്കേണ്ട ആയത്താണ്. മൻ കാന യുരീദുൽ ഇസ്സ, ആരെങ്കിലും പ്രതാപം ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫലില്ലാഹിൽ ഇസ്സതു ജമീഅ, അല്ലാഹുവിനാകുന്നു മുഴുവൻ പ്രതാപവും. എന്ന് പറഞ്ഞാൽ ഒരു സത്യവിശ്വാസിക്ക്, ഒരു മുസ്ലിമിന് പ്രതാപം നേടാനുള്ള വഴി അത് അള്ളാഹുവിൽ നിന്ന് ആവശ്യപ്പെടലാണ്. എങ്ങനെയാണ് അള്ളാഹുവിൽ നിന്ന് ആവശ്യപ്പെടുക? അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ പ്രവർത്തിക്കുക വഴിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇന്ന് പല ആളുകളുമില്ല, പ്രതാപം മറ്റുള്ളവയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സിനിമാ നടനോ ഒരു സിനിമാ നടിയോ ഒരു വസ്ത്രം ധരിച്ചാൽ നാളെ പിറ്റേന്ന് അവന്റെ ശരീരത്തിലെ വസ്ത്രം നമുക്ക് കാണാം. ഏതെങ്കിലും ഒരു ഫുട്ബോൾ കളിക്കാരൻ ഏതെങ്കിലും ഒരു ഹെയർ സ്റ്റൈൽ എടുത്താൽ പിറ്റേ ദിവസം അവന്റെ തലയിൽ ആ ഹെയർ സ്റ്റൈൽ കാണാം. ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? അതിന് പിന്നിൽ ഉണ്ടാകുന്ന കാര്യം അവന് പ്രതാപം ആഗ്രഹിക്കുന്നത് ഇസ്ലാമിലൂടെയല്ല എന്നുള്ളതാണ്. ഇവിടെ നാം ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ട ഒരു ചരിത്രമുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ചരിത്രം തന്നെയാണ്. സഹാബത്ത് പറയാണ്, ഞങ്ങളൊരു ദിവസം ഷാമിലേക്ക് ഖലീഫയായ ഉമർ റളിയല്ലാഹുവിന്റെ കൂടെ ഞങ്ങൾ പുറപ്പെട്ടു. ഞങ്ങളുടെ കൂട്ടത്തിൽ അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ് എന്ന് പറയുന്ന സഹാബിയുമുണ്ട്. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അദ്ദേഹം സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട 10 പേരിൽപ്പെട്ട ഒരാളാണ്. അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഷാമിലേക്ക് പോകുന്ന യാത്രക്കിടയിൽ
ഒരു പുഴ കണ്ടു, ഒരു തടാകം കണ്ടു. അങ്ങനെ ഞങ്ങളുടെ ഒട്ടക സംഘം ആ തടാകത്തിൽ അടുത്തെത്തി. ഉമർ റളിയല്ലാഹു ആ ഒട്ടകത്തിൽ നിന്ന് ഇറങ്ങുകയും തൻ്റെ കാലിൽ ധരിച്ച തൻ്റെ ചെരുപ്പ് അതെടുത്ത് തോളത്ത് വെക്കുകയും ഒട്ടകത്തിന്റെ മൂക്ക് കയറെടുത്ത് അതിനെ കൊണ്ടുവരികയും തുടർന്ന് ആ ഒട്ടകത്തിനെ ആ തടാകത്തിൽ നിന്ന് വെള്ളം കുടിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് കണ്ട കൂട്ടത്തിലുണ്ടായിരുന്ന അബൂ ഉബൈദത്ത് ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ഖലീഫ, താങ്കളാണ് ഇത് പ്രവർത്തിക്കുന്നത്? താങ്കൾ ഇസ്ലാമിക രാജ്യത്തിന്റെ ഖലീഫയാണ്. താങ്കളാണോ ഈ ഒട്ടകത്തിന്റെ മൂക്ക് കയറി വിളിക്കുന്നത്? താങ്കളാണോ ചെരുപ്പെടുത്ത തോളത്തിലേക്ക് വെക്കുന്നത്? അപ്പോ ഉമർ റളിയല്ലാഹു കൊടുക്കുന്ന മറുപടി വളരെ പ്രധാനപ്പെട്ട മറുപടിയാണ്. എന്താണ് ഉമർ റളിയല്ലാഹു പറയുന്നത്? ഇന്നാ കുന്ന അദല്ലു ഖൗമിൻ ഫഅഅസ്സന അല്ലാഹു ബിൽ ഇസ്ലാം ഫമഹ്മാ നത്ലുബുൽ ഇസ്സത ബിഗൈരി മാ അഅസ്സന അല്ലാഹു ബിഹി അദല്ലന അല്ലാഹ്. ഉമർ റളിയല്ലാഹു അവർക്ക് മുമ്പുണ്ടായിരുന്ന ചരിത്രത്തെ വിശദീകരിക്കുകയാണ്. ഞങ്ങൾക്കൊരു സന്ദർഭം ഉണ്ടായിരുന്നു. എന്താണ് ആ സന്ദർഭം? ഞങ്ങൾ വളരെ നിന്ദ്യരായിക്കൊണ്ട് ഈ സമുദായത്തിൽ കഴിച്ചു കൂട്ടിയൊരു സന്ദർഭം. അറബ് ലോകത്തെ കുറിച്ച് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. പണ്ട് അറബികൾക്ക് ഒരു വിലയും മറ്റുള്ളവർക്കിടയിൽ ഇല്ലായിരുന്നു എന്നുള്ളത്. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അന്നുണ്ടായിരുന്ന ഏറ്റവും വലിയ 2 രാജ്യങ്ങളാണ് പേർഷ്യ, റോമി എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അമേരിക്കയും റഷ്യയും പോലെയുള്ള 2 വലിയ രാഷ്ട്രങ്ങളാണ്. ഈ 2 രാഷ്ട്രങ്ങൾ പൊതുവെ സ്വാഭാവികമാണ്. ഈ രാഷ്ട്രങ്ങൾ സ്വാഭാവികപരമായിട്ട് മറ്റുള്ള രാജ്യങ്ങളെ കീഴടക്കാൻ വേണ്ടി ശ്രമിക്കും, അവരുടെ രാജ്യത്തിന്റെ വിസ്തൃതി വലുപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ചരിത്രത്തിൽ പറയപ്പെടുന്നു, അറബ് ലോകത്തിനെ അവർ കീഴ്പ്പെടുത്താൻ പോലും ശ്രമിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അതിന് കാരണമായി അവർ പറഞ്ഞത്, അറബ് ലോകത്തെ കീഴ്പ്പെടുത്തിയാൽ പ്രത്യേകിച്ചൊരു ഉപകാരവും നമുക്ക് ലഭിക്കാനില്ല എന്ന് പറഞ്ഞാൽ പണ്ട് അറബ് ലോകത്തിനുണ്ടായിരുന്ന വിലയെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. എന്നിട്ട് ഉമർ റളിയല്ലാഹു പറയാണ്, എന്താണ് പറഞ്ഞത്? ഇന്നാ കുന്ന അദല്ലു ഖൗമിൻ, ഞങ്ങൾ വളരെ നിന്ദ്യരായ ഒരു സമുദായമായിരുന്നു. ഫഅഅസ്സന അല്ലാഹു ബിൽ ഇസ്ലാം, എന്നാൽ അല്ലാഹു ഞങ്ങൾക്ക് ഇസ്ലാം കൊണ്ട് ഇസ്സത്തേകി, അന്തസ്സേകി എന്നുള്ളതാണ്. ഫമഹ്മാ നത്ലുബുൽ ഇസ്സത ബിഗൈരി മാ അഅസ്സന അല്ലാഹു ബിഹി അദല്ലന അല്ലാഹ്. അതുകൊണ്ട് അബൂ ഉബൈദ അദ്ദേഹത്തോട് പറയണേ, നീ ഇസ്ലാം അല്ലാത്തൊരു കാര്യം വെച്ച് അള്ളാഹുവിനോട് ഇസ്സത്തിനെ തേടിയാൽ അതല്ലന അല്ലാഹ്, അള്ളാഹു നമ്മെ നിന്ദിക്കുക തന്നെ ചെയ്യുമെന്നതാണ്. വിശ്വാസിനികളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഇതെല്ലാവരുടെയും കയ്യിൽ സുലഭമായി ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും അതുപോലെ തന്നെ വാട്സപ്പുകളുടെയും നമ്മൾ ഒരുപാട് പോസ്റ്റുകളും വീഡിയോ ക്ലിപ്പുകളും ടെക്സ്റ്റ് മെസ്സേജുകളും കാണാറുണ്ട്. അതിനെ അനുകരിച്ച് നടന്ന്, അതിനെ സപ്പോർട്ട് ചെയ്ത്, അതിൻ്റെ ഫോളോവേഴ്സായി കൊണ്ട് നടന്ന് അതിലെ ഇസ്സത്ത് കാണുന്ന കൂട്ടത്തിലാണ് നമ്മളെങ്കിൽ തീർച്ചയായും ഇഹലോകത്തും പരലോകത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ നിന്ദിക്കുക തന്നെ ചെയ്യും. നമുക്ക് ഇസ്സത്തുള്ളത് അത് ഇസ്ലാമിലാണ്. ഇസ്ലാം കൊണ്ടാണ് നാം ഇസ്സത്ത് നേടേണ്ടതും. അതുകൊണ്ട് ആര് ഇസ്സത്ത് നേടാൻ ഉദ്ദേശിക്കുന്നുവോ അവൻ ഇസ്ലാമിനെ അവലംബിക്കട്ടെ എന്ന്. പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ, അവരെ അനുകരിക്കുന്ന രീതികൾ പ്രത്യേകിച്ചും നാം ശ്രദ്ധിച്ചുകൊണ്ട് അതിനെ ഗൗരവത്തോടു കൂടി എടുക്കേണ്ട ഒരവസ്ഥയിലാണ്. കാരണം അവരും കടയിൽ നിന്ന് പോയി മുടി വെട്ടി വന്നാൽ നാം അതിനോട് പ്രതികരിക്കുന്നില്ലെങ്കിൽ അതവർ സമ്മതമായി എടുക്കും. അവര് സിനിമ കാണുമ്പോൾ വേണ്ട എന്ന് നമ്മൾ പറയുന്നില്ലെങ്കിൽ അതവർ സമ്മതമായി എടുക്കും. എന്താണ് അങ്ങനെ സമ്മതമായി എടുത്താലുള്ള പ്രശ്നം? അവസാനം ചെറിയത് ചെയ്ത് അവസാനം വലിയ കുറ്റങ്ങളിലേക്ക് എത്തും. അങ്ങനെ ആ വലിയ കുറ്റങ്ങളിലേക്ക് എത്തുമ്പോൾ നാം അവരെ ശകാരിക്കും, ഇസ്ലാമിലേക്ക് തിരിച്ചു വിളിക്കും. എന്നാൽ അത് കേൾക്കാനുള്ളൊരു അവസ്ഥ അവരിൽ ഉണ്ടാവില്ല. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി താക്കീത് നൽകുന്നു, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. ചില കൂട്ടരുണ്ട് കേട്ടോ, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾ
റാന തുരുമ്പ് പിടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കറ പുരണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അത് എന്തുകൊണ്ടാണ്? അതിൻ്റെ അടിയിൽ ഹദീസുകൾ കൊണ്ട് മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്ത് അവസാനം അത് മായ്ക്കാൻ പറ്റാത്ത, അതിൽ നിന്ന് വിരമിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒരവസ്ഥ ഉണ്ടാകും. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹൃദയങ്ങൾക്ക് സീല് വെക്കുന്നത് വരെ, അങ്ങനെ സീല് വെച്ച് കഴിഞ്ഞാൽ അവൻ ചെയ്ത പാപങ്ങൾക്ക് ഒരു തൗബ ചെയ്യാനുള്ള തൗഫീഖ് അവനിൽ നിന്ന് നഷ്ടപ്പെടും എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കൾ, പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഏതെങ്കിലും തരത്തിൽ നമ്മളെ പ്രകോപിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ടെങ്കിൽ അത് മാറ്റിവെക്കാനും ഇസ്ലാമിലാണ് ഇസ്സത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അന്തസ്സോടുകൂടി ജീവിക്കുവാനുമുള്ള ശ്രമം നമ്മളിൽ നിന്ന് അതിയായി ഉണ്ടാകണം. അല്ലെങ്കിലുള്ള പ്രശ്നം ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്തുകൊണ്ട് അവസാനം നമ്മുടെ മനസ്സുകൾക്ക് സീല് വെക്കുന്ന ഒരവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധയോടുകൂടി സോഷ്യൽ മീഡിയകൾ നമ്മൾ കൈകാര്യം ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ആകട്ടെ, ഫേസ്ബുക്ക് ആകട്ടെ, ഏതുമാകട്ടെ, അതിലൂടെയെല്ലാം വരുന്ന മാലിന്യങ്ങളെ മാലിന്യമായി തിരിച്ചറിയുവാനും ഏതാണ് നന്മകളെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ നന്മകളെ തിരഞ്ഞെടുത്തുകൊണ്ട് അത് ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാനുമുള്ള മഹത്തായ തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഉസീകും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. തബൂക്ക് യുദ്ധവേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും വലിയ ചർച്ചയിലാണ്. യുദ്ധം എങ്ങനെ വേണം, എവിടെ നിന്ന് പ്രതിരോധിക്കണം, എങ്ങനെ അറ്റാക്ക് ചെയ്യണം എന്നുള്ളതൊക്കെ അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സദസ്സിൽ, ആ സദസ്സിന്റെ പിന്നിലായിക്കൊണ്ട് ചില മുനാഫിക്കീങ്ങളും ഇരിക്കുന്നുണ്ട്. അങ്ങനെ മുനാഫിക്കീങ്ങൾ ചർച്ച ചെയ്യുന്നതിനിടക്ക് അവർ പരസ്പരം പറഞ്ഞു അത്രേ. ചില സഹാബത്തിനെ കുറിച്ച് ആ മുനാഫിക്കീങ്ങൾ പറഞ്ഞു, എന്താണ് ഈ സഹാബത്തിന്റെ കാര്യം, എന്താണ് അവര് വയറ് നിറക്കുക, കുറെ കളവ് പറയുക, ശത്രുക്കളെ കാണുമ്പോ അങ്ങനെ പേടിച്ചു പോവുക എന്നുള്ളതാണല്ലോ ഇവരുടെ അവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിമീങ്ങളെ കളിയാക്കുന്ന ഒരു അവസ്ഥ, ഒരു സംസാരം ആ മുനാഫിക്കീങ്ങളിൽ നിന്നുണ്ടായി. ഇത് തബൂക്ക് യുദ്ധവേളയുടെ ഇടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മീറ്റിംഗ് നടത്തിയ സമയത്താണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹിയായി നൽകി. റസൂൽ സദസ്സ് വിട്ടു പോയപ്പോ അവർക്ക് മനസ്സിലായി ഞങ്ങൾ പറഞ്ഞ സംസാരം അത് റസൂലിന് വഹിയായി ലഭിച്ചിട്ടുണ്ട്. റസൂൽ ഒട്ടകത്തിന്റെ മേലെ കയറി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനെ മുനാഫിഖീങ്ങൾ വന്നു, ഒട്ടകത്തിന്റെ മൂക്ക് കയറി പിടിച്ച് പറഞ്ഞു, റസൂലെ ഞങ്ങൾ അറിയാതെ പറഞ്ഞതാണ്, സംസാരത്തിന്റെ ഇടയിൽ വന്നു പോയതാണ് റസൂലെ ഞങ്ങൾ കളി തമാശയ്ക്ക് വേണ്ടി പറഞ്ഞതാണ്. ഖുർആൻ അവരെ കുറിച്ച് പ്രതിപാദിക്കുന്നു, വലഇൻ സഅൽതഹും ലയഖൂലുന്ന ഇന്നമാ കുന്നാ നഖൂദു വനൽഅബ്. അവർ പറഞ്ഞ സംസാരത്തെ കുറിച്ച് മുനാഫിഖീങ്ങൾ അവിടുന്ന് സംസാരിച്ച മുസ്ലിമീങ്ങളെ കളിയാക്കിക്കൊണ്ട് ഇസ്ലാമിന്റെ കാര്യങ്ങളെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞ സംസാരത്തെ കുറിച്ച് എന്താണ് അതിനുള്ള കാരണം എന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. വലഇൻ സഅൽതഹും നബിയെ, താങ്കൾ അവരോട് ചോദിച്ചാൽ ലയഖൂലുന, അവർ പറയുക തന്നെ ചെയ്യും, ഇന്നമാ കുന്നാ നഖൂദു വനൽഅബ്, റസൂലേ ഞങ്ങൾ തമാശക്ക് വേണ്ടി പറഞ്ഞതാണ്, ഞങ്ങൾ തമാശക്ക് വേണ്ടി കളിയാക്കിയതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയുന്നു, ഖുൽ അബില്ലാഹി വആയാതിഹി വറസൂലിഹി കുൻതും തസ്തഹ്സിഊൻ. അല്ലാഹുവിന്റെ കാര്യത്തിലാണോ, അള്ളാഹുവിന്റെ ആയത്തുകളുടെ കാര്യത്തിലാണോ, അള്ളാഹുവിന്റെ റസൂലിന്റെ കാര്യത്തിലാണോ നിങ്ങൾക്ക് പരിഹാസപൂർവ്വം സംസാരിക്കാനുള്ളത്? വളരെ ഗൗരവത്തോടു കൂടി ഖുർആൻ അതിനെ വിമർശിക്കുകയുണ്ടായി. തീർന്നില്ല, വളരെ ഗൗരവപരമായി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അടുത്ത ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, എന്താ പറയുന്നത്? ലാ തഅതദിറു ഖദ് കഫർതും ബഅദ ഈമാനികും. നിങ്ങൾ ഒഴിവ് കഴിവ് പറയണ്ട, മുനാഫിഖീങ്ങളോട് പറയണം,
ലാ തഅ്തദിറു, നിങ്ങൾ ഒഴിവ് പറയണ്ട. ഖദ് കഫർതും ബഅദ ഈമാനിക്കും, നിങ്ങളുടെ ഈമാനിന് ശേഷം നിങ്ങൾ ഇതാ കാഫിറുകളായിരിക്കുന്നു, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു. വിശ്വാസിനികളെ, എന്താണ് ഉണ്ടായിരുന്നത്? എന്തുമാത്രമേ സംസാരിച്ചിട്ടുള്ളൂ? ഇസ്ലാമിനെ കുറിച്ച് കൊച്ചാക്കി പറഞ്ഞു, ഇസ്ലാമിലെ കാര്യങ്ങളെ കുറിച്ച് പരിഹാസപൂർവം സംസാരിച്ചു എന്നുള്ളതാണ്. വളരെ ഗൗരവത്തോടു കൂടി പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾ കേൾക്കേണ്ട കാര്യമാണ്. പൊതുവെ സ്കൂളുകളിലും കോളേജുകളിലും അതുപോലെ തന്നെ മറ്റു വാട്സാപ്പുകളിലും ഫേസ്ബുക്കുകളിലും ഒരുപാട് പേര് ഇസ്ലാമിനെതിരെ പോസ്റ്റുകൾ ചെയ്യുന്നു, എഴുത്തുകൾ ഇടുന്നു, വോയിസ് ക്ലിപ്പുകൾ അയക്കുന്നു. ഇതൊക്കെ വായിക്കുമ്പോൾ ഒരു സംശയം നമ്മുടെ മനസ്സിൽ ജനിക്കുകയാണെങ്കിൽ അത് ഉടനെ തിരുത്തേണ്ടതാണ്. ആ സംശയം ജനിച്ച് തിരുത്തിയിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന അപകടം എന്തെന്ന് വെച്ചാൽ ആ സംശയം നമ്മുടെ മനസ്സിൽ കിടക്കും. പിന്നീട് വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള ആളുകൾ ഒരു കാമ്പുമില്ലാത്ത ചില കാര്യങ്ങൾ അവർ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് വായിക്കുകയും തുടർന്ന് അത് നമ്മുടെ ഇസ്ലാമിൽ നിന്ന് നമ്മളെ പുറത്താക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, ഒരു പക്ഷേ ഇസ്ലാമിന്റെ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പ്രഖ്യാപിച്ച കാര്യങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അധ്യാപനങ്ങളിലൂടെ പഠിപ്പിച്ച കാര്യങ്ങൾ, അവയെ പരിഹസിക്കുവാനുള്ള ഒരു സാധ്യത മുന്നിലുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും സമുദായം, അതുപോലെ തന്നെ വിദ്യാർത്ഥി സമുദായവും വളരെ ഗൗരവത്തോടു കൂടി എടുക്കേണ്ട കാര്യമാണ്. അള്ളാഹുവും റസൂലും പഠിപ്പിച്ചൊരു കാര്യം അതിനെ പരിഹസിക്കുക എന്നുള്ളത്. അറിയാതെ പോലും നമ്മൾ പരിഹസിക്കാൻ പാടില്ല. ഇവിടെ എന്താണ് മുനാഫിക്കീങ്ങൾ പറഞ്ഞത്? ഇന്നമാ കുന്നാ നഖൂദു വനൽഅബ്, റസൂലേ ഞങ്ങൾ തമാശയ്ക്ക് വേണ്ടി പറഞ്ഞതാണ്, റസൂലേ ഞങ്ങൾ അറിയാതെ സംസാരത്തിനിടയിൽ വന്നതാണ്. അള്ളാഹു പറഞ്ഞു, ഖദ് കഫർതും ബഅദ ഈമാനിക്കും, നിങ്ങൾ ഇസ്ലാം എന്ന് പുറത്തു പോയിട്ടുണ്ടോ. അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി ഇത്തരം കാര്യങ്ങൾ നമ്മൾ സമീപിക്കുകയും സമുദായത്തിൽ പുതുതായി ഉണ്ടാകുന്ന വാദങ്ങളും പ്രശ്നങ്ങളും അത് അറിവുള്ളവരോട് ചോദിച്ച് നമ്മുടെ സംശയങ്ങൾ അതെല്ലാം ദൂരീകരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ നമ്മളിൽ ഇല്ലെങ്കിൽ തീർച്ചയായും ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ നമ്മളിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത നമ്മൾ മുന്നിൽ കാണണം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകൾക്ക് നമ്മൾ വീണ് കൊടുക്കാതെ ഇസ്ലാമിന്റെ ഇസ്സത്തോടുകൂടി അന്തസ്സോടുകൂടി ജീവിക്കുവാനുള്ള മഹത്തായ ഒരു കാരുണ്യം തൗഫീഖ് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണം. അത്തരത്തിൽ നല്ല കാര്യങ്ങൾ പ്രവർത്തിച്ച് അള്ളാഹുവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിലേക്ക് പകർത്തിക്കൊണ്ട് ജീവിക്കുന്ന വിശ്വാസിനികളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാദാ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണേ റഹ്മാനേ. നാദാ, ഞങ്ങളിൽ നിന്ന്